ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കാൻ പോവുകയാണ്. നമ്മളിന്ന് കോയമ്പത്തൂരേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിലത്തെ ചൂട് കാരണം വേർത്ത് കുളിച്ചിരിക്കുന്ന ഞാനാണത്. അങ്ങനെ നമ്മൾ ഓട്ടോ കയറി അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കോയമ്പത്തൂരേക്ക് പോകുന്ന വന്ദേ ഭാരത് ട്രെയിന് കയറി ഇരുന്നപ്പോൾ നമുക്കുള്ള സ്നാക്സുമായിട്ട് അവർ വന്നു. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന സ്നാക്സ് വന്നിട്ട് ഒരു ഫ്ലഫി വാനില കേക്കും, പിന്നെ ഒരു മിച്ചർ പോലത്തെ ഒരു സാധനം, പിന്നെ നമ്മുടെ പരിപ്പ് വടയും. ആൻഡ് ആ ഫ്ലഫി വാനില കേക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇറ്റ് വാസ് സോ യമ്മി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കേക്ക്. ആൻഡ് ഇതൊക്കെ കഴിച്ചതിന് ശേഷം എന്തോ ജിഞ്ചർ ടീയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഞാൻ ടീയും കോഫിയും കുടിക്കാത്തതുകൊണ്ട് ഞാൻ ഹോട്ട് വാട്ടർ കുടിച്ചു. അങ്ങനെ കുറച്ച് സമയം അതിലിരുന്നപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇതാണ് നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. അവിടെ നിന്ന് ഒരു ഗവൺമെൻറ് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട്, ഗവൺമെൻറ് ബസ്സിൽ നമുക്ക് പൈസ കൊടുക്കണ്ട ലേഡീസിന്, അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ നമ്മുടെ പണ്ട് താമസിച്ച വീടിൻ്റെ ആ ഒരു സ്ട്രീറ്റിൽ പോയി. ആൻഡ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ഞങ്ങൾ പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് താമസിച്ചിട്ടുണ്ടായിരുന്ന വീടാണ് ഈ കാണുന്ന താഴത്തെ ഫ്ലോർ. ആ ഒരു വിൻഡോ തുറന്നിട്ടേക്കുന്നുണ്ടോ, ഞങ്ങളുടെ കിച്ചൺ വിൻഡോ ആയിരുന്നു. ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചത്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ താത്ത. എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് വെച്ച് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഈ താത്തേനെ കാണാനാണ് ഞാൻ പോയത്, താത്തയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ. ആൻഡ് താത്ത നല്ല രീതിയിൽ സർപ്രൈസ്ഡായി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് കുറച്ച് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ താത്തയോട് ഹായൊക്കെ പറഞ്ഞു. അങ്ങനെ താത്തയോട് സംസാരിച്ച് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പോൾ കാണിക്കുന്നത് പാട്ടി ഇപ്പോൾ ഇല്ല. താത്തയും പാട്ടിയായിരുന്നു നമുക്ക് അവിടെ കിട്ടിയ വെച്ച് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. കോയമ്പത്തൂരിൽ എന്താണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള താത്തേനെയാണ്. അങ്ങനെ നമ്മൾ വിശേഷമൊക്കെ പറഞ്ഞ് അവിടെ താത്തയുടെ വീടിൻ്റെ പുറത്ത് ഇരുന്ന് സംസാരിച്ചു.